ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ 61 മുതൽ മുന്നോട്ടുള്ള വകുപ്പുകളാണ്. അപ്പോൾ 60B വരെയുള്ള വകുപ്പുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു നിയമം പഠിക്കുമ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു നിയമം തന്നെയാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. നമ്മൾ ബെയർ ആക്ട് റീഡ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വേറൊരു ബെയർ ആക്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലെ കണ്ടൻസ് നമുക്ക് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ ലാംഗ്വേജ് വളരെ അധികം കട്ടിയായതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്നത് മനസ്സിലാക്കിയെടുക്കൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് നമ്മൾ ഓരോ വകുപ്പിലും എന്താണ് ഇതിൻ്റെ എസൻസ്, അതിലടങ്ങിയിരിക്കുന്ന സാധനം എന്താണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓരോ വകുപ്പും പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുക എന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുമായിട്ട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ വകുപ്പിൻ്റെ എസൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഭാഷയിൽ എഴുതുക. ഇതേ ഭാഷ തന്നെ പ്രയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. എന്നിരുന്നാലും അതിലെ കീവേഡുകൾ ഓർത്ത് വെച്ചുകൊണ്ട് ആ വകുപ്പിനെ നമ്മുടേതായ രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ നമുക്ക് നേരെ 61ാമത്തെ വകുപ്പിലേക്ക് പോകാം. 61ാമത്തെ വകുപ്പിൽ പറയുന്നത് റൈറ്റ് ടു റിഡീം സെപ്പറേറ്റ്ലി ഓർ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ഈ വകുപ്പിൽ പറയുന്നത് ഒരാൾ രണ്ടോ അതിലധികമോ പ്രോപ്പർട്ടി ഒരു മോർട്ട്ഗേജിയുടെ അടുത്ത് പണയം വെക്കുകയാണ്, മോർട്ട്ഗേജ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ടോ അതിലധികമോ പ്രോപ്പർട്ടിയുടെ മേൽ പണം അടയ്ക്കേണ്ട സമയമാവുമ്പോൾ അല്ലെങ്കിൽ പണം അടയ്ക്കേണ്ട തീയതി ആയിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി പണം അടച്ച് റിഡീം ചെയ്ത് തിരിച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ അദ്ദേഹം ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഇവിടെ മോർട്ട്ഗേജ് ചെയ്തിട്ടുള്ളത് ആ പ്രോപ്പർട്ടി എല്ലാം തന്നെ പണം അടച്ച് റിഡീം ചെയ്തെടുക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വകുപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കിൽ ഒരാൾ കൊണ്ടൊരു ഭൂമി പണയം വെക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊണ്ട് പണയം വെച്ചിട്ട് 1 ലക്ഷം രൂപ അദ്ദേഹം ലോൺ എടുത്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബി എന്ന് പറയുന്ന പ്രോപ്പർട്ടി വീണ്ടും കൊണ്ട് ഇതേ ബാങ്കിൽ കൊണ്ട് ലോൺ വെച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ലോൺ എടുത്തു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ലോൺ എടുത്തതിന് ശേഷം ഇദ്ദേഹത്തിന് ഡ്യൂ ആയി, പണം തിരിച്ചടയ്ക്കേണ്ട സമയമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ 1 ലക്ഷം രൂപയും അതിനുള്ള പലിശയും മാത്രമേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ പൈസ കൊണ്ടുവന്നിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് എ എന്ന് പറയുന്ന പ്രോപ്പർട്ടി റിഡീം ചെയ്തെടുക്കാനുള്ള റൈറ്റ് ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ മോർട്ട്ഗേജിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് തടയാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ ഈ ബി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ പണം കൂടി അടച്ചെങ്കിൽ മാത്രമേ ഈ എ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വിട്ടുതരാൻ സാധിക്കുള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ വകുപ്പ് എഴുതി ചേർത്തിരിക്കുന്നത്. അതായത് രണ്ടോ അതിലധികമോ പ്രോപ്പർട്ടി ഒരേ ഒരു മോർട്ട്ഗേജിലെടുത്തായിരിക്കണം. അതായത് ഡിഫറൻറ്റ് മോർട്ട്ഗേജ് അല്ല, ഒരേ മോർട്ട്ഗേജിലെടുത്ത് പണയം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ പണയത്തിൻ്റെ മുകളിൽ പണം അടയ്ക്കേണ്ട സമയമാവുമ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു മോർട്ട്ഗേജ് റിഡീം ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എത്ര പണയമാണോ വെച്ചിട്ടുള്ളത് ആ പണയമെല്ലാം തന്നെ റിഡീം എടുക്കാനുള്ള ഒരു റൈറ്റിനെ കുറിച്ചാണ് ഈ വകുപ്പിൽ. ഇനി നമുക്ക് 62ാമത്തെ വകുപ്പിലേക്ക് വരാം. 62ാമത്തെ വകുപ്പിൽ പറയുന്നത് റൈറ്റ് ഓഫ് ഉസഫ്രാക്ടറി മോർട്ട്ഗേജർ ടു റിക്കവർ പൊസഷൻ. അപ്പോൾ ഈ ഉസഫ്രാക്ടറി മോർട്ട്ഗേജ് എന്താണെന്ന് നമ്മൾ മുൻ വകുപ്പിൽ നോക്കിയതാണ്. അതായത് പ്രോപ്പർട്ടിയുടെ പൊസഷൻ പൂർണ്ണമായിട്ടും തന്നെ ഈ വ്യക്തിയിലേക്ക് കൈമാറുകയാണ്. ഇങ്ങനെ ഇത്തരത്തിലൊരു മോർട്ട്ഗേജ് വഴി മോർട്ട്ഗേജ് അതിൻ്റെ അവകാശിയായി കഴിഞ്ഞാൽ അദ്ദേഹം ഈ പ്രോപ്പർട്ടിയിൽ പ്രവേശിക്കുകയും തുടർന്ന് അതിൻ്റെ ആദായങ്ങളൊക്കെ ഇദ്ദേഹം കൈക്കലാക്കുകയും ചെയ്യും. അവിടുന്ന് റെൻ്റ് ഉണ്ടെങ്കിൽ, വാടകയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത് എടുക്കാനുള്ള അവകാശം ഇദ്ദേഹത്തിനുണ്ട്. അതിൽ നിന്ന് മറ്റ് പ്രോഫിറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇദ്ദേഹത്തിന് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഈ ഉസഫ്രാക്ടറി മോർട്ട്ഗേജറിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മറ്റ് മോർട്ട്ഗേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഡിഫറൻസ് ആണ്. അതായത് മോർട്ട്ഗേജിക്ക് ആ പ്രോപ്പർട്ടിയിൽ കയറി ആദായം എടുക്കാനൊരു പ്രത്യേക റൈറ്റാണ് ഇത്തരത്തിലുള്ളൊരു മോർട്ട്ഗേജിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പോൾ ഇങ്ങനെ ഈ ഉസഫ്രാക്ടറി മോർട്ട്ഗേജ് പ്രകാരം നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ ഒരു പൊസഷൻ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ, ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാം എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഈ ടൈറ്റിൽ, ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം തന്നെ ഈ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെപ്പോഴാണോ ഈ മോർട്ട്ഗേജർ റിഡീം ചെയ്ത് പ്രോപ്പർട്ടി വീണ്ടെടുക്കുന്നത് ആ സമയത്ത് ഇതിൻ്റെ ടൈറ്റിൽ, ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഇദ്ദേഹത്തിന് തിരികെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 2 സാഹചര്യമാണ് ഇതിനകത്തുള്ളത്. ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് റെൻ്റ് ആദായങ്ങൾ ഇതിൽ നിന്നൊക്കെയാണ് ഈ മോർട്ട്ഗേജ് മണി തിരിച്ചടവാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചടവാക്കി കഴിഞ്ഞാൽ ആ മോർട്ട്ഗേജിൻ്റെ ഒരു പീരീഡ് അവസാനിക്കുകയും തിരിച്ച് ഈ മോർട്ട്ഗേജർക്ക് അത് റിഡീം ചെയ്തെടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് മോർട്ട്ഗേജർ നേരിട്ട് പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഇത്തരത്തിലുള്ളൊരു മോർട്ട്ഗേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇതിനകത്ത് പറയുന്നത് ഈ മോർട്ട്ഗേജ് തന്നെ ഈ വസ്തുവിൽ നിന്നുള്ള ആദായങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ആ ആദായം വെച്ചിട്ട് എന്താക്കും, എത്ര രൂപയാണോ പണം കടം മേടിച്ചിട്ടുള്ളത് അത് ഈടാക്കും. അപ്പോൾ എപ്പോഴാണോ ഈ ആദായം കൊണ്ട് ഈ പണം തിരിച്ചടവാക്കുന്നത് അപ്പോൾ ഈ
ഈ ഒരു മോർഗേജ്, ഈ ഒരു പണയം അവിടെ അവസാനിക്കും. അപ്പോൾ അങ്ങനെ അവസാനിക്കുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടിയുടെ പൊസഷൻ കൈമാറുന്നതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും കൈമാറണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സാഹചര്യം പറയുന്നത്, ഇത്തരത്തിൽ മോർഗേജ് പ്രോപ്പർട്ടിയിൽ നിന്നല്ല പണം തിരിച്ചടവാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മോർഗേജർ തന്നെ പണം അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ മോർഗേജർ പൈസ തിരിച്ചടയ്ക്കാൻ തയ്യാറാവുന്നുണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ തിരിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെയാണ് ഓരോ സെക്ഷനിലും പറയുന്നത്. അതായത് ഉസുഫാക്ടറി മോർഗേജിനകത്ത് ഇങ്ങനൊരു പ്രത്യേക അധികാരം ഈ മോർഗേജിക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതൊരിക്കലും അദ്ദേഹം മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം റൈറ്റ് ടു റിഡീമിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് തന്നെ ഈ വകുപ്പിൽ കൂട്ടിച്ചേർത്ത് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് 63ാമത്തെ വകുപ്പിലേക്ക് വരാം. 63ാമത്തെ വകുപ്പിൽ പറയുന്നത് ആക്സഷൻ ടു മോർഗേജ്ഡ് പ്രോപ്പർട്ടി. അതായത് പണയപ്പെടുത്തിയ പ്രോപ്പർട്ടിയിൽ പണയത്തിന് ശേഷം എന്തെങ്കിലും കൂടിച്ചേരലുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടിച്ചേർക്കപ്പെട്ട വസ്തുവകകൾ കൂടി മോർഗേജർക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് റൈറ്റ് ടു റിഡീം ചെയ്ത് ആ പ്രോപ്പർട്ടി വീണ്ടെടുക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ആർക്ക്, മോർഗേജർക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്സഷൻ റിഡീം ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു കരാറ് ഈ മോർഗേജറും മോർഗേജും തമ്മിൽ എഴുതി വെക്കാത്ത സമയത്താണ്. അതായത് ഇവർ തമ്മിലൊരു കരാറുണ്ട്, കൊടുത്ത പ്രോപ്പർട്ടി അതുപോലെ തന്നെയായിരിക്കും താങ്കൾക്ക് തിരിച്ചു കിട്ടുക, ഇതിലെന്തെങ്കിലുമൊക്കെ കൂടിച്ചേരലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും താങ്കൾ അർഹനല്ല എന്ന് മോർഗേജ് ഡീഡിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്രകാരം പ്രവർത്തിക്കാം. അങ്ങനെ ഒന്നും ക്ലോസുകളൊന്നും ഈ മോർഗേജ് ഡീഡിനകത്ത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ആക്സഷൻ നടത്തി കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള അർഹത മോർഗേജർ കൊണ്ട് റിഡീം ചെയ്ത് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ. കൂടാതെ തന്നെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ പറയുന്നത് മോർഗേജിയുടെ എക്സ്പെൻസ് കൊണ്ടാണ് ഇങ്ങനൊരു ആക്സഷൻ നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുമ്പോൾ മോർഗേജിക്ക് അർഹമായ തുക, അതിന് അദ്ദേഹത്തിന് എത്രയാണോ തുക ഇവിടെ ചിലവായിട്ടുള്ളത് അത് കൊടുത്തുകൊണ്ട് ഈ മോർഗേജർക്ക് അത് തിരിച്ചു മേടിക്കാമെന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന് അത് മേടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ആക്സഷൻ ഈ പ്രിൻസിപ്പൽ പ്രോപ്പർട്ടിയിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കൊടുത്തപ്പോൾ വാഴയൊന്നും നമ്മൾ നട്ടിട്ടില്ലായിരുന്നു. ഇവർ കൊടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് അവർ തന്നെ കാശ് മുടക്കി കൃഷിക്കാരെ വെച്ച് കുറേ വാഴ കന്നുകൾ മേടിച്ച് അവിടെ കൃഷി ചെയ്ത് വാഴ കൊലയുണ്ടായി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് വാഴ കൃഷി ചെയ്യാനായിട്ടുണ്ടായ ചിലവ് എത്രയാണോ അത് കൊടുത്തിട്ട് വേണമെങ്കിൽ മോർഗേജിയുടെ കയ്യിൽ നിന്ന് ആ പ്രോപ്പർട്ടി വാങ്ങിക്കാം. ഇനി അതല്ല, ഞങ്ങൾക്ക് ഈ വാഴ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിൻസിപ്പൽ പ്രോപ്പർട്ടിയിൽ നിന്ന് അത് സിവിയർ ചെയ്യാം, അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് വാഴക്കൊല വെട്ടി മാറ്റി കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വാഴക്കൊല ഒഴിവാക്കിയിട്ട് ആ പ്രോപ്പർട്ടി മാത്രം തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും മേടിക്കാം. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രിൻസിപ്പൽ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട വസ്തുവകകൾ മാറ്റാൻ സാധിക്കാത്ത ഒരു സാഹചര്യം, പൊളിച്ചു മാറ്റാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്രോപ്പർട്ടിയെ തന്നെ ബാധിക്കുമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, ഈ മോർഗേജർ തന്നെ അതിന് ലയബിളാണ്. മോർഗേജർ അതിന് നിലവിൽ അപ്പോൾ കൊടുക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ 9% പലിശ വാർഷിക പലിശയാക്കി വെച്ച് അത് എത്രയാണോ അതിന് ചിലവ് മോർഗേജിക്ക് വന്നിട്ടുള്ളത് അത് കൊടുക്കാനുള്ള അർഹത, കൊടുക്കാനുള്ള ബാധ്യത ഇവിടെ മോർഗേജർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. റൈറ്റ് ടു റിഡീം ചെയ്ത് കിട്ടുമ്പോൾ അത് അങ്ങനെ വീണ്ടെടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഇദ്ദേഹത്തിന് പൈസ കയ്യിൽ വരിക ആ സമയത്ത് അത് വീണ്ടെടുക്കാനുള്ളൊരു അവകാശമുണ്ടെന്നാണ്. പൊസഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ മോർഗേജ് തന്നെ പ്രോപ്പർട്ടിയിൽ കയറി അതിൻ്റെ ആദായങ്ങളും പ്രോഫിറ്റും ഒക്കെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു മോർഗേജ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ചില ആക്സഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ആക്സഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് മോർഗേജ് ഇതിൽ നിന്ന് കൂടുതൽ ആദായങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ എക്സ്പെൻസുമായിട്ട് ഒരു സെറ്റ് ഓഫ് നടത്തിയതിന് ശേഷം നമുക്കതിൻ്റെ പ്രോപ്പർട്ടി എന്താ പറയുക റിഡീം ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉസുഫാക്ടറി മോർഗേജിൽ മാത്രമേ ഒരു സെറ്റ് ഓഫിൻ്റെ സാധ്യത വരുന്നുള്ളൂ. മറ്റേതൊരു മോർഗേജ് ആണെങ്കിലും ഈ പ്രിൻസിപ്പൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ആക്സഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് മോർഗേജറുടെ ബാധ്യത തന്നെയാണ് ആ പ്രോപ്പർട്ടി ആ ചെലവ് കൊടുത്തിട്ട് എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നിലവിലെടുക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇത്ര നാളത്തേക്ക് വേണമെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടുന്ന പലിശ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പലിശ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 9%. കൃത്യമായിട്ട് പലിശ നിങ്ങളുടെ കരാറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പലിശ പ്രകാരം എത്രയാണോ ചിലവിന് വരുന്ന ഇത് വെച്ച് കൊടുത്തുകൊണ്ട് എപ്പോഴാണോ പൈസ തിരികെ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ കൊടുത്തുകൊണ്ട് ആ ആക്സഷനും കൂടി ഇദ്ദേഹത്തിൻ്റെ റൈറ്റിലേക്ക് ഉൾപ്പെടുത്തി അത് റിഡീം ചെയ്തെടുക്കാമെന്നാണ് ഈ വകുപ്പിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് 63A വകുപ്പിലേക്ക് വരാം. 63A വകുപ്പിൽ നമുക്ക് പറഞ്ഞു തരുന്നത്
ഇംപ്രൂവ്മെൻറ്റ്സ് ടു മോർട്ട്ഗേജ്ഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഈ 63A വകുപ്പിൽ പറയുന്നത്. എന്നാൽ 63 വകുപ്പിലെ ആക്സഷനെ കുറിച്ചാണ് പറയുന്നത്, അതായത് കൂട്ടിച്ചേർക്കലുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ബാങ്കിന് പണയം വെച്ചിട്ട് 10 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ബാങ്കിന് ആ പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ചില സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഒരു പ്രവൃത്തി മൂലം ആ പ്രോപ്പർട്ടിയിലേക്ക് കുറേ പേരൊക്കെ കയ്യേറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തടയുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്തു, ചുറ്റിനും ഒരു മതിൽ കെട്ടി. അപ്പോൾ മതിൽ കെട്ടി ഈ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവർ ആ മതിൽ കെട്ടിയത്. അപ്പോൾ ഇതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴാണോ ഈ മോർട്ട്ഗേജർ ആ പ്രോപ്പർട്ടി റിഡീം ചെയ്ത് എടുക്കുന്ന സമയത്ത് ഈ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൂടി ഇദ്ദേഹത്തിന് എടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ മോർട്ട്ഗേജിയുടെ ചെലവിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ചെലവ് കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? മോർട്ട്ഗേജർക്കുണ്ട്. ഇനി അതിന് കൃത്യമായിട്ട് തന്നെ ഒരു പലിശ പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്രയാണോ ചിലവായത് ആ ചിലവ് ഒരു 9% പെർ ആനം എന്നാണ് കണക്കാക്കുന്നത്. വാർഷിക പലിശയായിട്ട് ഒരു 9% പലിശ അത് കൃത്യമായിട്ട് കരാറിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ചില സന്ദർഭങ്ങളിൽ മോർട്ട്ഗേജറുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ പബ്ലിക് സർവൻറ്റ്, അതായത് ഗവൺമെൻറ് ഒക്കെ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് അവിടെ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നടത്തി കഴിഞ്ഞാലും അതിൻ്റെ ചിലവ് എന്തെങ്കിലുമൊക്കെ മോർട്ട്ഗേജിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വഹിക്കാനുള്ള ഒരു ബാധ്യത മോർട്ട്ഗേജർക്കുണ്ടെന്നാണ് പറയുന്നത്. 63 അത്തരത്തിലൊരു ആക്സഷനെ കുറിച്ച്, കൂട്ടിച്ചേർക്കലുകളെ കുറിച്ച് പറയുമ്പോൾ 63A ഒരു ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ആ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം. 64ാമത്തെ വകുപ്പിൽ പറയുന്നത് റിന്യൂവൽ ഓഫ് മോർട്ട്ഗേജ്ഡ് ലീസ്, അതായത് പാട്ടത്തിന് കൊടുത്തിട്ടുള്ളൊരു ഭൂമി നമ്മൾ പണയം വെക്കുകയാണെങ്കിൽ മോർട്ട്ഗേജി ആയിട്ടുള്ള വ്യക്തി, ആർക്കാണോ പണയം വെച്ചാൽ അദ്ദേഹത്തിനാണ് മോർട്ട്ഗേജി എന്ന് പറയുന്നത്, ആ മോർട്ട്ഗേജിക്ക് ആ ലീസ് റിന്യൂ ചെയ്യാനുള്ളൊരു അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴാണോ മോർട്ട്ഗേജർ പണം കൊടുത്ത് ആ പ്രോപ്പർട്ടി റിഡീം ചെയ്തെടുക്കുന്നത് അദ്ദേഹത്തിന് ആ റിന്യൂ ചെയ്തത് ഇദ്ദേഹത്തിലേക്ക് തിരിച്ചു കിട്ടാനുള്ളൊരു അവകാശവും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചില സന്ദർഭങ്ങളിൽ പാട്ടത്തിന് കൊടുത്തിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ താമസിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ബിൽഡിംഗ് ബാങ്കിൽ കാണിച്ചുകൊണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് മോർട്ട്ഗേജ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് പൈസ കൈപ്പറ്റാറുണ്ട്. അപ്പോൾ നിലവിൽ ഈ ബിൽഡിങ്ങിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമി ആർക്കെങ്കിലും കൃഷി ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതേ പ്രോപ്പർട്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോർട്ട്ഗേജ് ചെയ്യാം. അങ്ങനെ മോർട്ട്ഗേജ് ചെയ്ത് കഴിഞ്ഞാൽ മോർട്ട്ഗേജി ആയിട്ട് വരുന്ന, അതായത് ബാങ്കിന് എന്ത് ചെയ്യാം, ഈ പാട്ടക്കാലാവധി കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യാനുള്ള പെർമിഷൻ, റിന്യൂ ചെയ്ത് അതിൻ്റെ ആദായം എടുക്കാനുള്ള ഒരു അവകാശം, ഫാക്ടറി മോർട്ട്ഗേജ് ആണെങ്കിൽ പ്രത്യേകിച്ച് കരാറൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട്, ഈ പാട്ടം റിന്യൂ ചെയ്യാനുള്ള ഒരു അവകാശം. ഇങ്ങനെ റിന്യൂ ചെയ്ത് കഴിഞ്ഞാലും മോർട്ട്ഗേജർ, അതായത് പണയം വെച്ച ആൾ എപ്പോഴാണോ ഈ പൈസ തിരികെ കൊടുത്ത് ഈ പ്രോപ്പർട്ടി റിഡീം ചെയ്തെടുക്കുന്നത്, അങ്ങനെ റിഡീം ചെയ്തെടുക്കുമ്പോൾ ഈ റിന്യൂവൽ നടത്തിയ ആ ലീസ് പാട്ടവും കൂടി ഇദ്ദേഹത്തിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് അതിൻ്റെ പ്രോഫിറ്റ്, കാര്യങ്ങൾ, റെൻ്റൊക്കെ ഈ മോർട്ട്ഗേജർക്കായിരിക്കും ലഭിക്കുക എന്നാണ് ഈ 64ാമത്തെ വകുപ്പിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് 65ാമത്തെ വകുപ്പിലേക്ക് വരാം. 65ാമത്തെ വകുപ്പിൽ പറയുന്നത് ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് ബൈ മോർട്ട്ഗേജർ. അപ്പോൾ ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് നമ്മൾ പല ബെയർ ആക്റ്റുകൾ വായിക്കുമ്പോഴും മനസ്സിലാകുന്നത്. എക്സ്പ്രസ് കോൺട്രാക്ട് ഓർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് നമ്മൾ പല സാഹചര്യത്തിലും കേട്ടിട്ടുള്ളത്. എക്സ്പ്രസ്ലി എന്ന് പറയുമ്പോൾ വേർഡ്സ്, ജസ്റ്റർ അല്ല, ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കാണാം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് വേണ്ടി. എന്നാൽ ഇംപ്ലൈഡ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുകയില്ല, മറ്റു ചില പ്രവർത്തികൾ മൂലവും മറ്റു ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്കത് മനസ്സിലാക്കാം ഇവിടെ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കവിടെ അനുമാനിക്കാം. അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മോർട്ട്ഗേജറുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കരാറ് നിൽപ്പുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അതിനെക്കുറിച്ചാണ്, ഒരു എക്സ്പ്രസ് കരാറിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എക്സ്പ്രസ് കരാർ എന്താണെന്നുള്ള ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു. ഈ പാർട്ടികൾ തമ്മിൽ വിവിധ തരത്തിലുള്ള മോർട്ട്ഗേജിനെ കുറിച്ച് പറഞ്ഞു, അതിൽ ചേർക്കാവുന്ന കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വ്യക്തമായിട്ട് കരാറിന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊരു എക്സ്പ്രസ് ആണ് അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ 65ാമത്തെ വകുപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കാം. ഈ കാര്യങ്ങൾ ആ കരാറിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഇതൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ട് കരുതേണ്ടതാണ്. അതാണ് ഈ 65ാമത്തെ വകുപ്പിൽ പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കോൺട്രാക്ട് ടു ദ കോൺട്രറി ദ മോർട്ട്ഗേജർ ഷാൾ ബി ഡീം ടു കോൺട്രാക്ട് വിത്ത് ദ മോർട്ട്ഗേജി. അപ്പോൾ കരാറിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി, കരാറിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി മോർട്ട്ഗേജർ മോർട്ട്ഗേജിയുമായിട്ട് ഒരു കരാറിൽ, ഇത്തരത്തിൽ ഒരു ഇംപ്ലൈഡ് കരാറിൽ ഉണ്ടതായിട്ട് നമുക്ക് അനുമാനിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സാഹചര്യങ്ങൾ എന്നാണ് താഴെ പറയുന്നത്. ഏകദേശം 5 സാഹചര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. എ ക്ലോസിൽ പറയുന്നത്, ദാറ്റ് ദ ഇൻട്രസ്റ്റ് വിച്ച് ദ മോർട്ട്ഗേജർ പ്രൊഫസസ് ടു ട്രാൻസ്ഫർ ടു ദ മോർട്ട്ഗേജി സബ്സിസ്റ്റ്
ആൻഡ് ദാറ്റ് ദി മോർഗേജർ ഹാസ് പവർ ടു ട്രാൻസ്ഫർ ദ സെയിം. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ 55ാമത്തെ വകുപ്പിൻ്റെ 2ാമത്തെ ക്ലോസിൽ സെയിലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, സെല്ലർ ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ അവകാശം ഉള്ളതായിട്ട് നമുക്ക് അനുമാനിക്കാം. അതായത് ഞാനൊരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കുന്നു, അപ്പോൾ അങ്ങനെ വിൽക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഈ പ്രോപ്പർട്ടിയിൽ പൂർണ്ണ അവകാശമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വിൽക്കുന്നത്. അങ്ങനെ വിറ്റതിന് ശേഷം പിന്നീട് എനിക്കത് മാറ്റി പറയാൻ. അതായത് ഒരു മോർഗേജർ തൻ്റെ പ്രോപ്പർട്ടി മോർഗേജിക്ക് പണയം വെക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോർഗേജർക്ക് ആ പ്രോപ്പർട്ടിയുടെ അബ്സല്യൂട്ട് ടൈറ്റിൽ അവിടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അവിടെ എസ്റ്റോപ്പലിൻ്റെ ഒരു ആപ്ലിക്കേഷനും കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരു മോർഗേജിക്ക് പണയം വെച്ചു, പിന്നീട് അദ്ദേഹത്തിന് മാറ്റി പറയാൻ സാധിക്കില്ല, ഞാൻ ആ പണയം വെക്കുന്ന സമയത്ത് എനിക്ക് അതിന്മേൽ ടൈറ്റിൽ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു എസ്റ്റോപ്പൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതും കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഒരു മോർഗേജിക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇംപ്ലൈഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് മോർഗേജർക്ക് അവിടെ ഒരു അബ്സല്യൂട്ട് ടൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്നീട് പിന്മാറാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനൊരു അനുമാനം ആണ് ആദ്യത്തെ ക്ലോസിൽ പറയുന്നത്. ഇനി ബി ക്ലോസിൽ പറയുന്നത് that the mortgager will defend, or if the mortgagee be in possession of the mortgaged property, enable him to defend the mortgage's title thereto. മോർഗേജറുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ടിട്ട് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്, അതിലൊരു ക്ലാരിറ്റി വരുത്തി കൊടുക്കേണ്ട ചുമതല ആർക്കാണ്? മോർഗേജർക്കാണ്. അത് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ ടൈറ്റിലിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഭാവിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? മോർഗേജർക്കാണ്. മോർഗേജ് നടത്തിയതോടുകൂടി എനിക്ക് ആ ടൈറ്റിൽമേലുള്ള മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉത്തരം പറയേണ്ടതില്ല എന്ന് നമുക്കിവിടെ പറയാൻ കഴിയില്ല എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതായത് മോർഗേജ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ടൈറ്റിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആരാണ്? മോർഗേജറാണ്. ഇനി അല്ലെങ്കിൽ മോർഗേജിക്ക് ഇതിൻ്റെ പൊസഷൻ കൈമാറിയിട്ടുണ്ട്, ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മോർഗേജിനെ ഇവിടെ എന്താക്കും? ഈ മോർഗേജറുടെ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്താനുള്ള ചുമതല ആർക്കാണ്? മോർഗേജിക്കാണ്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തീരുമാനിക്കുന്നത് വിവിധ തരത്തിലുള്ള മോർഗേജുകൾ നമ്മൾ നോക്കുമ്പോൾ ആ മോർഗേജിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് പൊസഷൻ അബ്സല്യൂട്ടായിട്ട് മോർഗേജിലേക്ക് മാറിയോ അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആരാണ് ടൈറ്റിലിൻ്റെ മുകളിലുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ബി ക്ലോസിൽ ഓർ ഇട്ടിട്ട് മോർഗേജർക്കും അതുപോലെ തന്നെ മോർഗേജിക്കും സെയിം സ്റ്റാറ്റസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മോർഗേജിൻ്റെ ഒരു പ്രത്യേകത നോക്കി മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. രണ്ടുപേർക്കും അതെന്താണ് ആ സാഹചര്യം അനുസരിച്ച് ആ ടൈറ്റിന്മേലുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ബാധ്യത ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി സി ക്ലോസിൽ പറയുന്നത് ആരാണ് പബ്ലിക് ചാർജസ് പേ ചെയ്യുക? മോർഗേജറാണോ മോർഗേജിയാണോ? അതായത് മോർഗേജിക്ക് ഈ പൊസഷൻ കൈമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോർഗേജർ തന്നെയാണ് ഇതിന്മേലുള്ള പബ്ലിക് ചാർജസ്, കരം അടയ്ക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ചാർജുകളൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കേണ്ട ബാധ്യത ആർക്കാണ്? മോർഗേജർക്കാണ്. യൂസർഫാക്ടറി മോർഗേജിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, മോർഗേജിക്ക് പൊസഷൻ കൈമാറിക്കഴിഞ്ഞാൽ അദ്ദേഹം പ്രോപ്പർട്ടിയിലേക്ക് കടന്ന് അതിൻ്റെ പൊസഷൻ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മോർഗേജി ആവാം അതിൻ്റെ പബ്ലിക് ചാർജസ് ഒക്കെ അടയ്ക്കേണ്ടത്. അപ്പോൾ പൊസഷൻ കൈമാറിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോർഗേജുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആരാണ്? മോർഗേജറാണ് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് ചാർജൊക്കെ പേ ചെയ്യേണ്ടത്. ഇനി ഡി ക്ലോസിലേക്ക് വരാം. ഡി ക്ലോസിൽ പറയുന്നത് ലീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ പണയം വെക്കുന്ന ഭൂമി നമ്മൾ ഓൾറെഡി തന്നെ ലീസിന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ്, വാടക കൈപ്പറ്റാനുള്ള അവകാശം മോർഗേജർക്കാണ്. അതായത് മോർഗേജിക്ക് അവിടെ ഒരു പൊസഷൻ കൈമാറിയിട്ടില്ലാത്തിടത്തോളം കാലം മോർഗേജർക്ക് തന്നെയാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള അവകാശം. അപ്പോൾ അത് തീരുമാനിക്കുന്നതും ഈ വിവിധ തരത്തിലുള്ള മോർഗേജുകളാണ്. ആ മോർഗേജിൻ്റെ സ്വഭാവമൊക്കെ നോക്കിയിട്ടാണ് മോർഗേജ് ഇവിടെ പൊസഷനിൽ വന്നിട്ടുണ്ടോ, അതിലേക്ക് അവകാശം പൂർണ്ണമായിട്ട് അബ്സല്യൂട്ടായിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ പരിഗണിച്ചാണ് റെൻറ്റ്, ലീസുമായി ബന്ധപ്പെട്ട റെൻറ്റൊക്കെ കൈവശം വെക്കാനുള്ള കാര്യങ്ങളും തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ നിലവിൽ ഈ മോർഗേജി പൊസഷൻ കൈയടക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോർഗേജർക്ക് തന്നെയാണ് ഇതിൽ നിന്നുള്ള ലീസുമായി ബന്ധപ്പെട്ട റെൻറ്റുകളെല്ലാം സ്വീകരിക്കാനുള്ളൊരു അവകാശം. ഇനി നമുക്ക് ഈ ക്ലോസിലേക്ക് വരാം. ഈ ക്ലോസിൽ പറയുന്നത് സബ്സിക്വൻ്റ് മോർഗേജിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആദ്യം നമ്മളൊരു പ്രോപ്പർട്ടി പണയം വെച്ചിട്ട് എന്തെടുത്തു? കുറച്ച് പൈസ എടുത്തു. ഇതേ പ്രോപ്പർട്ടി തന്നെ വേറൊരാൾക്ക് പണയം വെച്ചു, സബ്സിക്വൻ്റ് ആയിട്ട് പണയം വെച്ചു. അപ്പോൾ ഇങ്ങനെ പണയം വെച്ചാലും പ്രയർ മോർഗേജിന് മുൻഗണന കൊടുത്തുകൊണ്ട് ആ പൈസ അടയ്ക്കാനും അതിലുള്ള പലിശ അടവാക്കുന്നതിന് വേണ്ടി വേണം നമ്മളത് കണക്കാക്കാനായിട്ട്. അല്ലെങ്കിൽ പൈസ കിട്ടി നമ്മൾ തോന്നുന്ന ഒരു കണക്കിന് അല്ലെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന മോർഗേജിനല്ല ആദ്യം പൈസ അടയ്ക്കേണ്ടത്. പ്രയർ, അതായത് നമ്മൾ ആദ്യം ഏത് പണയമാണോ എടുത്തിട്ടുള്ളത്, എത്ര രൂപയ്ക്കാണോ ആദ്യം ഈ പ്രോപ്പർട്ടി പണയം വെച്ചിട്ടുള്ളത്, ആ ഒരു
പ്രിൻസിപ്പൽ മണി അടയ്ക്കുക അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ മണിയുടെ പലിശ അടയ്ക്കാനുള്ള ഒരു മുൻഗണനയാണ് കൊടുക്കേണ്ടത് എന്നാണ് ഈ വകുപ്പിൽ പറയുന്നത്. അതായത് ഒരേ പ്രോപ്പർട്ടി തന്നെ നമുക്ക് പല തവണ മോർഗേജ് ചെയ്യാം. അപ്പോൾ പ്രയർ മോർഗേജ് ഉണ്ടാവും, സബ്സിക്വൻറ്റ് മോർഗേജ് ഉണ്ടാവും. അപ്പോൾ പൈസ അടയ്ക്കുക, പലിശ അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് പ്രയർ മോർഗേജിനെ ബേസ് ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ ഏത് പ്രിൻസിപ്പൽ മണിയാണുള്ളത് അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പലിശ അടയ്ക്കുന്നതും അതിൻ്റെ പ്രിൻസിപ്പൽ മണി അടയ്ക്കുന്നതൊക്കെ. അതിനുശേഷമാണ് പിന്നീട് വരുന്ന മോർഗേജിന് പരിഗണന കൊടുത്തുകൊണ്ടുള്ള പേയ്മെൻറ്റ് നടത്തേണ്ടതെന്നാണ് ഈ ക്ലോസിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി 65A വകുപ്പിലേക്ക് വരാം. 65A വകുപ്പിൽ പറയുന്നത് മോർഗേജേഴ്സ് പവർ ടു ലീസ്, അതായത് നമ്മൾ പണയം വെച്ച ഭൂമി പിന്നീട് പാട്ടത്തിന് കൊടുക്കാൻ സാധിക്കുമോ എന്നാണ്. അതായത് ഒരു ബാങ്കിൽ ഒരു ഭൂമി പണയം വെച്ചു, പണയം വെച്ചതിന് ശേഷമാണ് ഇതേ ഭൂമി തന്നെ നമ്മളൊരു കൃഷി ആവശ്യത്തിന് മറ്റൊരാൾക്ക് പാട്ടത്തിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള ഒരു അവകാശത്തെക്കുറിച്ചാണ് ഇതേ വകുപ്പിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ 65A വകുപ്പിൻ്റെ രണ്ടാമത്തെ സബ്സെക്ഷനിൽ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി മോർഗേജർക്ക് ഈ പണയം വെച്ച മോർഗേജ്ഡ് പ്രോപ്പർട്ടി ലീസിന് കൊടുക്കാനുള്ളൊരു അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി സബ്സെക്ഷൻ 2 എന്തൊക്കെ നിബന്ധനകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ മോർഗേജർക്ക് ഈ പണയം വെച്ച പ്രോപ്പർട്ടി പാട്ടത്തിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ A ക്ലോസിൽ പറയുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് എനി ലോക്കൽ ലോ, കസ്റ്റം ഓർ യൂസേജ്, അതായത് ലീസുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ പണയം വെച്ച പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത് ഇങ്ങനെ പണയം വെച്ച് കഴിഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള ബെസ്റ്റ് റെൻറ്റ് തന്നെ ആയിരിക്കണം ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് റെൻറ്റ് കൊടുക്കാൻ പാടില്ല, പ്രീമിയം ഓൾറെഡി പേ ചെയ്യാൻ പാടില്ല. ഈ വക കണ്ടീഷൻസാണ് B ക്ലോസിൽ പറയുന്നത്. C ക്ലോസിൽ പറഞ്ഞാൽ നോ സച്ച് ലീസ് ഷാൾ കണ്ടെയ്ൻ എ കവനന്റ് ഫോർ റിന്യൂവൽ, അതായത് നമ്മൾ ലീസിന് എഗ്രിമെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് റിന്യൂവലിനെ കുറിച്ച് പറയാൻ പാടില്ല. ഇപ്പോൾ ഒരു 15 വർഷത്തിനെങ്കിൽ പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ 15 വർഷം കഴിഞ്ഞിട്ട് ഇത് പുതുക്കുന്ന കാര്യത്തെ കുറിച്ച് ഇതേ ലീസിൽ പറയാൻ പാടില്ല. ഇനി D ക്ലോസിൽ പറയുന്നത് ഇത്തരത്തിലൊരു ലീസ് തയ്യാറാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ലീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡേറ്റ് മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ഈ ക്ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ ലീസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ച് തന്നെ പാർക്കിങ്ങിന് സ്ഥലം അല്ലെങ്കിൽ ഭൂമിയും കൂടെ ചേർത്താണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 3 വർഷത്തിനുള്ളിലുള്ള ഒരു ലീസ് എഗ്രിമെൻ്റ് ആയിരിക്കണം. 3 വർഷത്തേക്ക് കൊടുക്കുന്ന ഒരു പാട്ടമായിരിക്കണം. അതിന് കൂടുതൽ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ലീസ് കവനൻ്റ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കണം സമയത്തിന് റെൻറ്റ് കൊടുക്കുക. ഇനി റെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥന് അല്ലെങ്കിൽ ലെസറായിട്ടുള്ള വ്യക്തിക്ക് അവിടെ റീ എൻട്രി ചെയ്യാനുള്ള, തിരിച്ച് കയറാനുള്ള ഒരു റൈറ്റിനെ കുറിച്ചും കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ബിൽഡിങ്ങിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് ഒരു ബിൽഡിങ് അനന്തമായ കാലത്തേക്ക് ലീസ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ പ്രോപ്പർട്ടി ഓൾറെഡി തന്നെ നമ്മൾ പണയം വെച്ച വസ്തുവാണ്. അങ്ങനെ പണയം വെച്ച വസ്തു ലീസ് ചെയ്യുമ്പോഴുള്ള നിബന്ധനകളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ആയതുകൊണ്ട് ഒരു 3 വർഷത്തിൽ കൂടുതൽ നമുക്ക് പാട്ടം കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ക്ലോസിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ഇത്തരത്തിൽ മോർഗേജ് ഡീഡിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി കാണാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു കോൺട്രറി ഇൻറ്റൻഷൻ അപ്പിയർ ചെയ്യാത്ത സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മോർഗേജ് ഡീഡിൽ നമ്മൾ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞ ഈ നിബന്ധനകൾ നമുക്ക് പാർട്ടിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിച്ച് ഈ മോർഗേജ് ഡീഡിൽ പ്രതിപാദിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ മോർഗേജ് ഡീഡിൽ മോർഗേജർക്കും മോർഗേജിക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടീഷൻസിൽ വേരിയേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് ഈ ലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 65A പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ ലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആപ്ലിക്കബിൾ ആവുക എന്നാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഇനി 66ാമത്തെ വകുപ്പിലേക്ക് നോക്കാം. എന്താണ് പറയുന്നത്? വേസ്റ്റ് ബൈ മോർഗേജർ ഇൻ പൊസഷൻ, അതായത് മോർഗേജർ ഈ ഭൂമിയുടെ പൊസഷനിൽ ഇദ്ദേഹം തന്നെയാണ്, പക്ഷേ ഈ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തിട്ടുണ്ട്, മോർഗേജിക്കാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും പൊസഷനിൽ മോർഗേജർ ആണെങ്കിൽ പോലും മോർഗേജിക്കോ ആണെങ്കിലും ശരി മോർഗേജർക്കാണെങ്കിലും ശരി ഈ പ്രോപ്പർട്ടി വേസ്റ്റ് ചെയ്യാൻ, നശിപ്പിക്കാനുള്ള റൈറ്റ് രണ്ടുപേർക്കുമില്ല. മോർഗേജറെ സംബന്ധിച്ച് മോർഗേജിക്ക് ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിൽ തടയാനുള്ളൊരു അവകാശം ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രീതിയിലും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മൂല്യത്തിന് കുറവ് വരുത്താൻ പാടില്ല, കുറവ് വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ രണ്ട് കൂട്ടരും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് സെക്യൂരിറ്റി ഈസ് ഇൻസഫിഷ്യൻ്റ് എന്നാണ്. അപ്പോൾ സെക്യൂരിറ്റി ഈസ് ഇൻസഫിഷ്യൻ്റ് എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ പറയുന്നത് ദ വാല്യൂ ഓഫ് ദി മോർഗേജ്ഡ് പ്രോപ്പർട്ടി എക്സീഡ്സ് ബൈ 1/3. അപ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ 1/3
കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ബിൽഡിങ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടി വരികയാണ്. പക്ഷേ നമ്മൾ ആ ബിൽഡിങ്ങിന് എന്തെങ്കിലുമൊക്കെ നാശകരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടില്ല. ആ ബിൽഡിംഗ് അതേപോലെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടിയുള്ളൂ. അപ്പോൾ എപ്പോഴാണോ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇടിയുന്നത്, അല്ലെങ്കിൽ 1/3 പോലും കൂടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ സെക്യൂരിറ്റി ഇൻസഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കും. അല്ലെങ്കിൽ ഇഫ് കൺസിസ്റ്റിംഗ് ഓഫ് എ ബിൽഡിംഗ്സ് എക്സീഡ്സ് ബൈ 1/2 ദി എമൗണ്ട് ഫോർ ദ ടൈം ബീയിങ് ഡ്യൂ ഓൺ ദ മോർഗേജ്. അതിൽ പറഞ്ഞിരിക്കുന്ന സമയം അനുസരിച്ച് ഈ മോർഗേജ് പണയം ഇങ്ങനെ കാലാകാലങ്ങളായി വെക്കുമ്പോൾ ഇതിനകത്ത് പലിശ കൂടി ചേരും പ്രിൻസിപ്പൽ മണിയോടൊപ്പം തന്നെ. അപ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂം ഇതിനോടൊപ്പം തന്നെ കൂടിയെങ്കിൽ മാത്രമേ ഈ പ്രിൻസിപ്പൽ മണി പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ വരുമ്പോൾ വലിയൊരു തുകയാവും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിഴിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി ഇൻസഫിഷ്യൻ്റ് ആക്കി വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രിൻസിപ്പൽ മണിയും ഇൻട്രസ്റ്റ് കൂടെ നമുക്ക് ഇതിനകത്തൊന്നും ഈടാക്കാൻ സാധിക്കില്ല. അപ്പോൾ രണ്ട് കൂട്ടരുടെ ഉത്തരവാദിത്വമാണ് ഈ പ്രോപ്പർട്ടിയെ സേവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ഈ 66ാമത്തെ വകുപ്പിൽ നമുക്ക് കാണിച്ചു തരുന്നത്.